കമൽ, ഇപ്പോൾ ഇന്നലെ രാവിലെ ഈ അക്രമ സംഭവത്തിന് ശേഷം ഈ ആന ഒരുപാട് സ്ഥലത്തേക്കൊക്കെ മാറിയിട്ടുണ്ടോ, അതോ വളരെ ചെറിയൊരു ചുറ്റളവിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നോ ഇതുവരെ? ഇന്നലെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം ആന ആ വീടിന് പിന്നിൽ നിന്ന് കുന്നിലേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത്. ഏതാണ്ട് രാത്രി ഒരു 8-9 മണിവരെ ആന ആ കുന്നിൻ മുകളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. ആനയുടെ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ നൽകിയതാണ്. ആ കുന്നിൻ മുകളിലെ റബ്ബർ തോട്ടത്തിൽ ആന താവളം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. വൈകിട്ടോടെ ദൗത്യസംഘം എത്തി റേഡിയോ കോളർ റിസീവർ ഉപയോഗിച്ചുള്ള സിഗ്നലുകളൊക്കെ ശേഖരിച്ചു. അപ്പോഴും ആന ചെറുതായൊക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു, കുന്നിറങ്ങാനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് രാത്രിയാണ് ആന അവിടെ നിന്നിറങ്ങിയത്. പടമലയിൽ ആ കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി ഒരു വയൽ പ്രദേശത്ത് കൂടി കടന്ന് കാട്ടിക്കുളം ടൗണിന് വളരെ അടുത്ത് മൊബൈൽ ടവറുകളൊക്കെ നിൽക്കുന്ന ഒരു ഭാഗത്തു കൂടി സ്ഥിരമായ ആനകളും ഒക്കെ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. മാനന്തവാടി മൈസൂർ അന്തർ സംസ്ഥാന പാത വന്യജീവികൾ ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് സ്ഥിരമായി. അതിലൂടെയാണ് ഈ ആനയും കടന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷം ആന അവിടെ മുറിച്ച് കടന്ന് ആലത്തൂർ എസ്റ്റേറ്റ് എന്ന ഒരു കാപ്പിത്തോട്ടത്തിലൂടെ കടന്നിട്ടാണ് ഈ കോളനിയിൽ ഇന്ന് രാവിലെ ആനയുടെ സിഗ്നൽ ലഭിച്ച ആ കോളനിയിലേക്ക് ആന എത്തുന്നത്. ആ കോളനിയുടെ പരിസരത്തെ വനമേഖലയിലാണ് രാവിലെ ആന ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം രാവിലെ കേന്ദ്രീകരിച്ചിരുന്നത് ആ ഭാഗത്താണ്. ചേലൂരിനടുത്താണ് രാവിലെ ആനയുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ആന ഈ ബാവലി സെക്ഷനിലെ വനമേഖലയിലേക്ക് നീങ്ങിയത്. ഒരു 11 മണിയോടെ അവിടെ നിന്ന് വനംവകുപ്പിന് സിഗ്നൽ ലഭിക്കുന്നു. അങ്ങനെയാണ് ഈ സംവിധാനങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് നീങ്ങിയത്. വീണ്ടും ഒരു 1 മണിയോടടുപ്പിച്ച് വീണ്ടും സിഗ്നൽ ലഭിച്ചു എന്ന സ്ഥിരീകരണം ഉണ്ടാകുന്നു. അതിനിടയ്ക്ക് നമുക്ക് അനൗദ്യോഗികമായ ചില വിവരങ്ങൾ ലഭിച്ചത് വനം വാച്ചർമാർ ആനയെ നേരിട്ട് തന്നെ കണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളും ലഭിച്ചു. പക്ഷേ അത് ഔദ്യോഗികമായി വനം വകുപ്പ് സ്ഥിരീകരിച്ചില്ല. ഫിസിക്കൽ എത്ര മീറ്റർ അടുത്തേക്ക് ഈ ദൗത്യസംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും? ഇപ്പോൾ നമ്മൾ കുങ്കിയാനകളുടെ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ കുങ്കിയാനകളെ മുൻനിർത്തിയാണല്ലോ ആനയുടെ അടുത്തേക്ക് പോകാനും കഴിയുള്ളൂ. ഏകദേശം എത്ര അടുത്തുവരെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? കാരണം ഇത് നമ്മൾ ഈ റോഡിൽ നിന്ന് ഏതാണ്ട് 2-3 കിലോമീറ്ററോളം ഉള്ളിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല. അവിടുത്തെ ഒരു ടെറൈനും നമുക്ക് അറിയില്ല. ചെരിവാണോ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശമാണോ സമതലമാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ എത്ര അടുത്തേക്ക് പോകാൻ കഴിയുമെന്നൊന്നും നമുക്ക് വ്യക്തമല്ല. കുങ്കിയാനകളുടെ സഹായം എന്തായാലും വേണ്ടി വരും. അല്ലാതെ ആനയുടെ അടുത്തേക്ക് ഇന്നലെ അക്രമ സ്വഭാവമൊക്കെ കാണിച്ച ആനയാണ്. അല്ലാതെ ആനയെ കാട്ടിനകത്ത് വെച്ചാണ് പ്രത്യേകിച്ച് ഈ ദൗത്യം നടക്കുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ ആഴ്ച നമ്മൾ മാനന്തവാടിയിൽ കണ്ടത് വളരെ അനുയോജ്യമായ ഒരു സ്ഥലമായിരുന്നു, വാഴത്തോപ്പായിരുന്നു. അവിടെ വെച്ച് കുറച്ച് മാറി നിന്ന് താഴെ ഈ നിലത്ത് നിന്ന് തന്നെയാണ് ആ മയക്കുവെടി വെച്ചത്. പക്ഷേ കാട്ടിലാകുമ്പോൾ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടി വരും. ആന എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല, ചിലപ്പോൾ ഓടും. അതുകൊണ്ടൊക്കെ വളരെ സൂക്ഷിച്ചായിരിക്കും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. എന്തായാലും കുങ്കിയാനകളെ മുൻനിർത്തി തന്നെയാകും ഈ ഓപ്പറേഷൻ നടത്തുക. അതിനുവേണ്ടിയാണ് പരിചയസമ്പന്നരായ 4 കുങ്കിയാനകളെ എത്തിച്ചത്. വിക്രമും ഭരതും സുരേന്ദ്രനും അതുപോലെ സൂര്യയും വിക്രമും ഇന്നലെ തന്നെ എത്തിയിരുന്നു. രാത്രിയോടെയാണ് ഭരതും ഈ സുരേന്ദ്രനും എത്തിയത്. 4 ആനകളെയും ബാവലി വനംവകുപ്പിൻ്റെ ടിമ്പർ ഡിപ്പോയ്ക്ക് സമീപത്താണ് തളച്ചിരുന്നത്. രാവിലെ ബാവലി പുഴയിലെ കുളിയൊക്കെ കഴിഞ്ഞാണ് കുങ്കിയാനകൾ തയ്യാറായി നിൽക്കുന്നത്. ഇപ്പോഴെന്തായാലും ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ നമ്മൾ സമീപകാലത്ത് കണ്ട ഇത്തരം ദൗത്യങ്ങളിലൊക്കെ കുങ്കിയാനകളുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഈ കോന്നി സുരേന്ദ്രനാണ് കഴിഞ്ഞ ആഴ്ച ഈ തണ്ണീർക്കൊമ്പനെ ലോറിയിൽ കയറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ തത്സമയം തന്നെ കണ്ടതാണ്. അത്തരത്തിൽ ഈ കുങ്കിയാനകളും അവയുടെ പാപ്പാന്മാരും ഈ ദൗത്യത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ്. ആനയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാലും ഒരു കാട്ടിനകത്തൊക്കെ ആനയെ മയക്കുവെടി വെക്കാൻ പോകുമ്പോൾ തന്നെ ഈ ആനകളുടെ ഒരു സംരക്ഷണ വലയത്തിലാണ് പോകാറ്. PM2-ൻ്റെ ഓപ്പറേഷനിലൊക്കെ ഈ ആനകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന ദൗത്യസംഘത്തിലെ പലരും നമ്മളോട് പറഞ്ഞിരുന്നു. PM2 അക്രമാസക്തനായി ഈ ദൗത്യസംഘത്തിന് നേരെയൊക്കെ വരുമ്പോൾ ഈ കുങ്കിയാനകളാണ് മനുഷ്യരെ രക്ഷിച്ചത്, ഇതിൻ്റെ ദൗത്യസംഘത്തിലുള്ള ആളുകളെ രക്ഷിച്ചത് എന്ന് അന്ന് വനംവകുപ്പ് ജീവനക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയും വനത്തിനകത്താണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായും കുങ്കിയാനകളുടെ സംരക്ഷണത്തിലായിരിക്കും ദൗത്യസംഘം നീങ്ങുക. കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ വെല്ലുവിളി നിറഞ്ഞ ദൗത്യത്തെയാണ്
വനവകുപ്പിൻ്റെ പ്രത്യേക സംഘം മുന്നിൽ കാണുന്നത്. ഈ ആനയെ പിടികൂടി മുത്തങ്ങയിലേക്ക് മാറ്റുക എന്നത് ഏറ്റവും ശ്രമകരമായ ജോലിയാണ്. പ്രത്യേകിച്ചും വല്ലാതെ അക്രമ സ്വഭാവം കാണിച്ച ആനയാണ്. ഇന്നലെ അതിക്രൂരമായാണ് അജീഷ് എന്ന മനുഷ്യനെ ഈ ആന കൊലപ്പെടുത്തിയത്. ആനയുടെ പരാക്രമം ഇത്രയേറെ ഒരു ഭീതിജനകമായ രീതിയിൽ ആന പെരുമാറുന്ന ദൃശ്യങ്ങൾ സമീപകാലത്ത് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ മാത്രമേ ഈ ആനയെ പിടികൂടുന്നതിനുള്ള ഓരോ ചുവടും വനവകുപ്പിന് വയ്ക്കാൻ കഴിയൂ. 4 കുങ്കിയാനകളെയാണ് ഈ ദൗത്യത്തിനായി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. ആനയെ കൃത്യമായി സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എത്ര അടുത്തേക്ക് വരെ വനവകുപ്പിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്, മയക്കുവെടി വയ്ക്കാൻ പറ്റുന്ന ഒരു കൃത്യമായ ദൂരത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. വൈകാതെ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കുങ്കിയാനകളെയാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഒപ്പം വനവകുപ്പുമൊക്കെ ബന്ധപ്പെട്ട ആളുകളും നാട്ടുകാരും ഒക്കെ ഉണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അവിടുത്തെ ആളുകൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം എങ്കിലും കിട്ടുക എന്നത് ഈ ആനയെ പിടികൂടി മുത്തങ്ങയിലേക്ക് മാറ്റുക എന്നതുകൊണ്ട് മാത്രമേ ഉണ്ടാകൂ. അതിനുള്ള ഒരു ശ്രമത്തിലാണ്, വലിയ കടുത്ത വെല്ലുവിളി നിറഞ്ഞ ശ്രമത്തിൽ തന്നെയാണ് ദൗത്യസംഘം ഉള്ളത് എന്നത് വ്യക്തമാണ്. നമ്മൾ പറയുന്നത് പോലെ എളുപ്പത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അത്രയേറെ റിസ്ക് ഇതിൻ്റെ ഓരോ ചുവടിലുമുണ്ട്. ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നവരുടെയൊക്കെ ജീവൻ രക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. ഈ 4 കുങ്കിയാനകളുണ്ട്. അവയെ കൃത്യമായി ഈ ആനയെ മെരുക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ ചൂടും വയ്പ്പിക്കണം. അതിന് പ്രഗത്ഭരായ പാപ്പന്മാരൊക്കെ ഈ സംഘത്തിനൊപ്പമുണ്ട്. വളരെ നമുക്ക് കാണുമ്പോൾ, ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരു സിനിമാറ്റിക് അനുഭവം നൽകുമെങ്കിലും അത് വളരെ അപകടം പിടിച്ച ജോലിയാണ് നമ്മുടെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും അവർക്ക് വേണ്ട സാഹചര്യങ്ങളുമൊക്കെ ഒരുക്കുക എന്നതാണ്. മാധ്യമങ്ങൾ പോലും നിശ്ചിത അകലം പാലിച്ചുകൊണ്ടാണ് ഈ ദൗത്യത്തിനെ പിന്തുടരുന്നത്. കാരണം വളരെയേറെ അവരുടേതായ മാത്രം സ്പേസിലാണ് അവർക്കിത് കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആനയെ മയക്കുവെടി വയ്ക്കുക, അതിന് മയങ്ങുന്ന മുറയ്ക്ക് അതിനെ മെരുക്കി അല്ലെങ്കിൽ കുങ്കിയാനകളുടെ സഹായത്തോടെ അതിനെ വാഹനത്തിലേക്ക് കയറ്റുക എന്നതൊക്കെ നമ്മൾ അരിക്കൊമ്പൻ്റെ കാര്യത്തിലൊക്കെ കണ്ടതാണ്. പക്ഷേ അതിലുപരി അരിക്കൊമ്പനേക്കാളൊക്കെ കുറച്ചുകൂടി അക്രമവാസന കാണിക്കുന്ന ആനയാണ് ഇത്, ഈ ബേലൂർ മഖന എന്നതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യത്തെ കുറച്ചുകൂടി ഒരു ആശങ്കയോടെയും ഒക്കെ തന്നെ കാണുകയും ചെയ്യുന്നത്.